we're having a great delicious breakfast of Minnu's Uma. Wow! I am Minnu's Uma's daughter. I am Minnu. Guys, we are very excited. Breakfast. ഇത് കണ്ടിട്ട് അന്തം വിടരുത്. ഇത് നമ്മളെ ലഞ്ചല്ല, വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ്. വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ലഞ്ച് എന്തായി? ലഞ്ച് കുറയ്ക്കാൻ പാടില്ല കേട്ടോ, ലഞ്ച് കുറയ്ക്കാൻ പാടില്ല, ലഞ്ച് ഇല്ലാതൊന്നും പറയരുത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഡേ 1 അറ്റ് സൗദി മിന്നുവിൻ്റെ വീട്ടിലാണുള്ളത്. മിന്നുവിൻ്റെ ഉപ്പയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി എത്തി, പക്ഷെ ഫുഡൊക്കെ അടിച്ച ക്ഷീണത്തിൽ തന്നെ നമ്മൾ ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ രാവിലെയും അതെ. പിന്നെ നമ്മൾ ഇന്ന് റിയാദിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു 3.5 മണിക്കൂർ. ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഒരു മെയിനായിട്ട് മിന്നുവിൻ്റെ വീടും കാണാം, മിന്നുവിൻ്റെ ഉപ്പനും കാണാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഗജപോക്കിരിനോടുള്ളൊരു റിവെഞ്ചും കൂടി ആയിട്ടാണ് നമ്മൾ വരുന്നത്. ആക്ച്വലി അബീൻ്റെ അച്ഛൻ ഇവിടെ റിയാദിലുണ്ട്, പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഉഫൂഫാ. നമ്മളിപ്പോൾ ഉഫൂഫാണ്. മിന്നുവിൻ്റെ വീട് ഉഫൂഫിലാണ്, അച്ഛൻ ഉള്ളത് റിയാദിലാണ്. ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ 3.5 മണിക്കൂർ. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് വെറുതെ പോയി കാണുന്നില്ല, അച്ഛനെ സർപ്രൈസ് ആക്കാണ്. അതായത് അച്ഛന് ഒരു ഐഡിയ ഇല്ല നമ്മൾ അച്ഛനെ കാണാൻ വരുന്നത്. ഇവിടെ നമ്മുടെ മമ്മൂട്ടിനെയൊക്കെ കൂട്ടിയിട്ടാണ്. അതെ, നമ്മുടെ കൂടെ വലിയ വലിയ സ്റ്റാർസ്. മിന്നുവിന്റെ ഉപ്പൊക്കെ പറഞ്ഞ വൈബാണ്. നമ്മള് ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു കഥാപാത്രമാണ് ഇതൊക്കെ. എടാ മമ്മൂട്ടിനെ കാണണ്ടില്ല. സ്റ്റേ ഹൈഡ്രേറ്റഡ്. എക്സൈറ്റഡ് ആണോന്നോ? നമ്മള് സർപ്രൈസ് പൊളിച്ചാട്ടെടുക്കും. മോനെ നിന്നെ ഞാൻ എടുക്കും. അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആലോചിച്ചിട്ട് ചെറിയൊരു ടെൻഷനും ഉണ്ട്. പക്ഷെ എന്റെ പേടി അച്ഛൻ എന്താ അറിയോ, ഈ സർപ്രൈസ് കണ്ടിട്ട് തട്ടിപ്പോവാ. അപ്പൊ നമുക്ക് അച്ഛന് സർപ്രൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എക്സ്പ്രഷൻ കിങ് ആണ്. അപ്പൊ എങ്ങനെയാണ് എന്താ പറയാ സംഭവിക്കാന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ വെയിറ്റിംഗ്. അങ്ങനെ നമ്മൾ നമ്മളെ റിയാദ് ട്രിപ്പ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എന്തൊക്കെ ഐറ്റംസ് ഉള്ള? ഒരു കവർ ഐറ്റംസ്. വേറെ കുറെ സാധനങ്ങളുണ്ട്. എന്താ മോനെ ഇത്? പെട്രോൾ പമ്പിന് സൗദിയിൽ പെട്രോൾ പമ്പൊന്നുമില്ല. പെട്രോൾ പമ്പുണ്ട് ഗായ്സ്. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞെടുത്ത് ഇവരാണോ അത് കേൾക്കുന്നില്ല. ഇവർക്ക് ടെൻഷൻ. അതിന് കണ്ടരടിക്കായിട്ടില്ലേ ഇത് വേണ്ട ഇത് വേണ്ട അങ്ങോട്ട് പോവാ. ആക്ച്വലി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ സൗദി പ്രോ ഗായ്സ് ആയിരുന്നെങ്കിൽ കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു നമ്മളെ. പേടിയാണ്. ഇതിപ്പോ നോക്കിയാൽ മരുഭൂമിയിലൂടെയാണ് നമ്മൾ. ഘാതമായ മരുഭൂമി. അങ്ങ് ഒരു 40 കിലോമീറ്റർ അകലെ നമുക്ക് കാണാം. 2 മാസം തൊട്ട് 21 വയസ്സ് വരെ. നമ്മളപ്പം അടുത്തുള്ളൊരു പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. പൈസ പോരാ. നമ്മൾ പോണ വഴിക്ക് നമ്മൾ സെറ്റാക്കിയ കുറച്ച് സാധനങ്ങളുണ്ട്. ഫുൾ സെറ്റ് അല്ലേ? എന്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഓ
ട്രിപ്പിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ജ്യൂസ് നമ്മുടെ ഫേവറേറ്റ് ചോപ്പോട്ടെ. ഇത് സൗദി സ്പെഷ്യൽ സാധനം തോന്നുന്നുണ്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ട് പറഞ്ഞുതരാം. കുടിച്ചാൽ നല്ലതാണ്. ഉറക്ക് വരില്ല എന്നൊക്കെ മിന്നു പറയണത്. കഞ്ചാവിന് തുല്യമാണ്. ഏതെങ്കിലും ഒന്നെടുത്തോ. ഓർഡർ ട്രൈ ചെയ്ത് നോക്കാം. വെള്ളം എടുത്തോ, 2 വെള്ളം എടുത്തോ. ഞാൻ എടുത്തില്ല, ഒന്നെടുത്തില്ല. അങ്ങനെ ഈ വണ്ടിയിൽ ഇതൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ ആ വണ്ടിയിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ ഫ്യൂവൽ അടിച്ചിട്ട് വീണ്ടും നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. നിനക്ക് ഞാൻ എന്താ കൊണ്ടുവന്നത് നോക്കടാ. കോഡ് റെഡ്. മിന്നു പറഞ്ഞിട്ടുള്ള ഈ കോഡ് റെഡ് അടിച്ചു കഴിഞ്ഞാല് ഉറക്കം വരില്ല എന്നല്ലേ. ട്രൈ ചെയ്ത് നോക്കാം. രാത്രി നൈറ്റ് ഡ്രൈവിന് കുടിക്കാറുള്ളൂ. ഇത് കുടിച്ചാൽ നമുക്ക് ഫുൾ എനർജി കിട്ടും, ബൂസ്റ്റ് ആവും. പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. നമ്മളെ തൊണ്ടവേദനന്റെ മരുന്നൊക്കെ പോലെ അല്ലേ. റെഡ് ബുള്ളിന്റെ ഒക്കെ ടച്ചാ. റെഡ് ബുള്ളിന്റെ ചെയ്യാം. ഏതാണെന്നുള്ളത് നമ്മൾ അവിടുത്തെ സിറ്റുവേഷൻ പോലെ. Go with the flow. Yes, guys. No tension, no worries. കാണുന്നില്ലല്ലോ. അതെങ്ങനെ മനസ്സിലാവും? കാണുന്നില്ല. കണ്ണിന്റെ പവറ് നാളെ ഗൈസ്, നമ്മളപ്പോൾ റിയാദിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം ഇപ്പോൾ 4:30 ആയി. നമ്മളൊരു 30-40 മിനിറ്റ്സിൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തും. എന്താവും ഒന്നും അറിയില്ല. ജയിക്കുമോ അതോ ഓക്കെ. ആക്ച്വലി 2 പ്ലാൻ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അച്ഛന്റെ ലൊക്കേഷന് താഴെ പോയിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് താഴെ നിന്ന് വിളിപ്പിക്കും, അല്ലെങ്കിൽ ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിക്കും. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഒരു പട്ട ആളായിട്ടാണ് നമ്മൾ പോകുന്നത്. ഞെട്ടും. ഞാൻ അവിടെ പോയിട്ട് എന്താവും നോക്കട്ടെ. ഗായ്സ്, അവൻ്റെ അച്ഛൻ റൂമിലില്ല, ട്വിസ്റ്റായി. ഇപ്പം നമ്മൾ നെസ്റ്റോല് പോക്കാണ്. നെസ്റ്റോല പോലും അച്ഛൻ. അങ്ങനെ അച്ഛനും കരുതി നമ്മളിതാ നെസ്റ്റോയിലേക്ക് ഒരു സംഘം ആൾക്കാർ പോകുന്നു. യോ അഭികാന്ത് അറിയില്ല. മിസ്സിംഗ് ആണ്. ആളെവിടെയോ പോയി. റൂമിലില്ല. അവളെങ്ങനെയെങ്കിലും ബാക്കിലോട്ട് പോയാലോ? എവിടെ അറിയില്ല. എവിടെ ഞാൻ കണ്ടില്ല കേട്ടോ. सजना है सजना तू
കുറച്ച് സൈഡിലേക്ക് അതാ ഉള്ളിലേക്ക് കിടന്നു. സെറ്റ് സക്സസ്. എന്റെ പൈസ നിന്നെയാണ് ശരിയാക്കേണ്ടത്. സാധനത്തിന് കണ്ടി, ഇതാണ് മുതല്. ഇതിനെ സർപ്രൈസ് ആക്കാനാണ് നമ്മൾ ഖത്തറിന്ന് സൗദി വരെ പറന്ന് വന്നത്. എന്നിട്ട് എന്താണ് ഞെട്ടിയോ? ഞെട്ടിയോന്ന് വെച്ചാൽ ഞെട്ടി തരിച്ചു പോയി ഞാൻ. കാരണം ഒരു ഐപോഡ് എന്താ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ പല കഥകളുമായിട്ടാണ് ഇവിടെ ആളെ പുറത്തെത്തിച്ചത്. അതാണ് നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ച് തീരെ പ്രതീക്ഷിക്കാത്ത. അതിപ്പോ രാഹുൽ എന്ന് പറഞ്ഞ അല്ല ശരത്ത് എന്ന് പറഞ്ഞ ഫോൺ നമ്പർ മോന്റെ ഉണ്ടായതിനെ കൊണ്ട് രക്ഷപ്പെട്ടതാ. അതൊക്കെ നമ്മൾ ഒപ്പിച്ചതാണ്. അത് മോളെ വക. വാങ്ങിച്ചതാണ് ബെഡ്ഷീറ്റാണ്. കൊള്ളുന്നില്ല. ഇങ്ങനത്തെ ഫോട്ടോ നോക്കണ്ടല്ലേ, അല്ലാണ്ട് വേറെ ഒരാളെ മാത്രം. അടിപൊളി. ബാക്കിലെ കാല് പോകും. ഇതിലുണ്ടല്ലോ എല്ലാരും ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. എല്ലാരും ചിരിക്കുന്നത്. അത് തെറ്റിക്കറ്. തേജാബായി ആൻഡ് ഫാമിലി പോലെ സിറാജിക്കാണ്. അതെ, തിരിഞ്ഞ് അടിച്ച് തിരിഞ്ഞ്. സിറാജ് ഇങ്ങനെ അഭാവത്തിൽ നിങ്ങളെ പറയുന്നത്. അമ്മ ഇവർ ഒരുമിച്ചല്ലേ? നടക്കുവോ? അയ്യോ, ഞാൻ ചീഞ്ഞ നടത്താൻ ഭീഷണിയുമായ അർച്ചന. കണ്ട ഇതാണ് പ്രശ്നം. തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി ചുവന്ന കരങ്ങളോടെ. ഹാപ്പിയാണോ അച്ഛൻ? പിന്നെ വെരി 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 എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പിൽ ഹാപ്പി. അപ്പം അച്ഛന് സർപ്രൈസ് കൊടുത്ത് ഹാപ്പി ആക്കി വിട്ടിട്ടുണ്ട്. നമ്മൾ അച്ഛനോട് ബൈ ബൈ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത പരിപാടി ഫുഡ് അടി. സൗദി മെയിൻ ഐറ്റം അൽ റൊമാൻസിയ. ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇത് ചിക്കൻ മന്തിയാണെങ്കിലും ഒരു വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ റൈസ് വൈറ്റ് റൈസാണ്. നല്ല ടേസ്റ്റുള്ള വൈറ്റ് റൈസ്. ഫുഡടി കഴിഞ്ഞിട്ട് പിന്നെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്തില്ല. നമ്മൾ നേരെ റിയാദ് വിട്ട്, റിയാദിൽ നിന്ന് നേരെ ഉഫൂഫിലേക്ക് വീണ്ടും യാത്ര. ഗൈസ്, ടൈം അപ്പം 12:27. നമ്മളെ സർപ്രൈസും ഫുഡടിയും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് റിയാദിൽ നിന്ന് തെറിക്കാണ്. സോ ബൈ ബൈ റിയാദ് അല്ലേ. ബൈ ബൈ. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി. നമ്മൾ ഇന്നലെ രാത്രി 12:30 പുറപ്പെട്ടതാ റിയാദിൽ നിന്ന്. ഇവിടെ 5:30 നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മോർണിംഗ് 5:30 നമ്മൾ എത്തുന്നത്. ഒന്നും കാണില്ല. അടുത്ത ട്രിപ്പിന് ഒരുങ്ങുന്നു.
പിന്നെ നമ്മൾ പോയിട്ട് വേണം നമുക്കൊന്ന് ഉറങ്ങാൻ. ഗുഡ് നൈറ്റ്.